ഹലോ ഡിയർ ലോ ആസ്പിരൻസ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലി 2025 5 ഇയർ 3 ഇയർ LLB എൻട്രൻസ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിലും അല്ലാതെയും ഫോൺ വിളിച്ചിട്ടൊക്കെ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്. ഇതിൽ പലതിനും ഞങ്ങൾക്ക് മറുപടി തരാൻ കമൻറ്റ് സെക്ഷനിൽ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെയൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകാനാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അവിടെ നിങ്ങളൊക്കെ ചോദിച്ച വളരെ നിർണായകമായിട്ടുള്ളൊരു ചോദ്യമാണ് എന്താണ് സിഇയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നുള്ളത്. അത്തരത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് കാറ്റഗറി ലിസ്റ്റ് വന്നു എന്നുള്ളത്. അപ്പോൾ ഈ കാറ്റഗറി ലിസ്റ്റ് വന്നതും അതിനുശേഷം ഇനി എന്തൊക്കെ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പല ചോദ്യങ്ങളുടെയും ഒരു ഉത്തരം ഈ വീഡിയോയിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് വന്നു, ഇനി എന്ത്? കാറ്റഗറി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന സ്റ്റെപ്സ് ആയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റ് പ്രോസസ്സും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എന്താണ് അതായത് നമ്മുടെ കാറ്റഗറി ലിസ്റ്റ് വന്നു കഴിഞ്ഞു, ഇനി എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി വരാൻ സാധ്യതയുള്ളത് നമ്മുടെ മുന്നിലുള്ളതും ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നോണം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കാറ്റഗറി ലിസ്റ്റ് വന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കാര്യം ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ നിമിഷം വരെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നേക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അടുത്ത ഫേസ്, അതായത് കാറ്റഗറി ലിസ്റ്റ് വന്നു കഴിഞ്ഞ് പിന്നീടുള്ളൊരു ഫേസ് എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഫേസ്. പക്ഷേ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കോളേജിൽ ഓപ്ഷൻ രജിസ്ട്രേഷന് കൊടുക്കാൻ പോകുന്നു. ഇന്ന കോളേജാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അലോട്ട്മെൻറ്റ് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും. ആ സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് പലതും നിങ്ങളുടെ കയ്യിലില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിൽ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലത്തെ ഡോക്യുമെൻറ്റ്, നിങ്ങളുടെ നാഷണാലിറ്റി തെളിയിക്കാനുള്ള രേഖ, ഇതിൻ്റെ ഒറിജിനലുമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ എവിടെ പോകേണ്ടത്? അഡ്മിഷൻ എടുക്കാൻ പോകേണ്ടത്. അതിന് നിങ്ങളുടെ മുന്നിൽ ആകെ 3 2 ദിവസമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആ 2 ദിവസം ഈ ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട് തിരയൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, അഥവാ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒറിജിനൽ നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ അതെല്ലാം ഒരു ഫയലിലാക്കി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറേ കൂടി അഡ്മിഷൻ എടുക്കാൻ സേഫാണ്. 2, ഈ ഒരു സമയത്ത് കൃത്യമായി നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെന്നും ആ കോളേജിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ വേണം. ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ അഥവാ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കുട്ടികൾ വിളിക്കും. ആകെ 2-3 ദിവസം സമയം ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മളോട് ചോദിക്കും, കോഴിക്കോട് കൊടുക്കണോ, എറണാകുളം കൊടുക്കണോ, തിരുവനന്തപുരം ആണോ നല്ലത്, പിന്നെ തൃശ്ശൂരാണോ നല്ലത്, തൃശ്ശൂരും കോഴിക്കോടും ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്? ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അന്വേഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താ, നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഇത് വളരെ നിർണായകമായൊരു ഘടകമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്ത് പോയി പഠിക്കുക ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് 3 ഇയറിലുള്ള ഒരാൾക്ക് കോഴിക്കോട് ഒരു ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമാണ്. അപ്പം നിങ്ങൾ ആ തീരുമാനം കൃത്യമായി ഈ വേളയിൽ തന്നെ എടുത്തു വെക്കണം. അഥവാ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ അപ്ലൈ ചെയ്യണം, എവിടെ ആദ്യം ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ അത് ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് ഞാൻ ഏത് കോളേജ് ആദ്യം കൊടുക്കണം, ആ കോളേജിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, ആ കോളേജിന് വല്ല ദോഷമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, മനസ്സിലാക്കിയിട്ടുണ്ടാവണം. മൂന്നാമതായിട്ട് നിങ്ങൾ ഏത് കോഴ്സ് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. ഇപ്പോൾ 3 ഇയറിൻ്റെ കേസ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അവിടെ LLB മാത്രമേ ഉള്ളൂ. എന്നാൽ 5 ഇയറുകാരുടെ കേസ് നോക്കുമ്പോൾ അവിടെ BBA LLB ഉണ്ട്, BCom LLB ഉണ്ട്, പിന്നെ മറ്റേത് BA LLB ഉണ്ട്. അപ്പോൾ ഇതിൽ എറണാകുളം ലോ കോളേജിൽ ഏതാണ്?
തിരുവനന്തപുരം ലോ കോളേജിൽ ഏതാണ്? തൃശ്ശൂരും കോഴിക്കോടും ലോ കോളേജിൽ ഏതാണ്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ധാരണയുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ധാരണ വരുത്തണം. എന്നിട്ട് തീരുമാനിക്കണം. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ വളരെ ചുരുങ്ങിയ ഒരു സമയത്താണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടി വരിക. ആ സമയത്ത് BBA ആണോ BCom ആണോ നല്ലത്? ഇതിൽ BBA ആണോ BCom ആണോ നല്ലതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ലോമിനൻസിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു വെക്കാനും അതിൽ ഏതൊക്കെ പേപ്പറുകളായിരിക്കും ഉണ്ടാവുക, BComന് ഏതൊക്കെ പേപ്പറാണ് ഉണ്ടാവുക, BA ആണെങ്കിൽ ഏതൊക്കെയാണ് പേപ്പർ ഉണ്ടാവുക, BBAക്ക് ജോലി സാധ്യതകൾ എന്തൊക്കെ, BComൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെ, BA എടുത്താലുള്ള ഗുണം എന്താണ്, ഇതെടുത്താലുള്ള ദോഷം എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ ഈ ഒരു സമയത്തിന് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഏത് കോളേജ് വേണം എന്നുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അനുസൃതമായിട്ട് ചൂസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. അപ്പം ഞാൻ ഈ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ എത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, ഓപ്ഷൻ രജിസ്ട്രേഷനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യത്തിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരും. ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അലോട്ട്മെൻറ്റുകൾ വരും. അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് മെമ്മോയും ഡാറ്റ ഷീറ്റ് പോലുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ കോളേജിലേക്ക് പോകണം. പലപ്പോഴും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് കിട്ടില്ല, കിട്ടാത്തവർക്ക് സെക്കൻഡിൽ കിട്ടും, ചിലർക്ക് സെക്കൻഡിലും കിട്ടില്ല, ചിലർക്ക് ചിലപ്പോൾ തേർഡ് ആയിരിക്കും. പിന്നീടാണ് ചിലപ്പോൾ സ്പോട്ടിൻ്റെയൊക്കെ കാര്യങ്ങൾ വരിക. അത് ഓരോ വർഷങ്ങളിലെ സീറ്റ് ഫില്ലാവുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ്. ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഇൻ കേസ് ഇഫ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ലൈഫേ കഴിഞ്ഞു എന്നുള്ള നിലയ്ക്കൊന്നും ആരും ചിന്തിക്കേണ്ട. LLB എന്ന സ്വപ്നത്തിന് ചിലപ്പോൾ ചിലർക്ക് 1 വർഷം കൊണ്ട് അത് കിട്ടും, ചിലർ 2 വർഷം ട്രൈ ചെയ്തിട്ടാണ് കിട്ടുക. ചിലർ ആഗ്രഹിക്കുന്ന കോളേജുകൾ, ഇപ്പോൾ ക്ലാറ്റ് പോലുള്ള ഒരു പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത്, ഇപ്പോൾ ക്ലാറ്റൊക്കെ ഇന്ത്യയിലെ പ്രീമിയം ലോ സ്കൂളുകളിൽ നടക്കുന്ന പരീക്ഷയാണ്. അതിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോഴും അതായത് ആ എക്സാം ഇപ്പോഴും വിളിച്ചിട്ടില്ല, ഡിസംബറിൽ സംഭവിക്കാൻ പോകുന്ന പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇനി അതല്ല എനിക്ക് കേരളത്തിലെ ഗവൺമെൻറ് ലോ കോളേജിൽ തന്നെ കുറഞ്ഞ ചിലവിൽ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴും ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് കുട്ടികൾ അത്തരത്തിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ റാങ്ക് എത്രയാണ്, നമുക്കറിയാമല്ലോ ഗവൺമെൻറ് ലോ കോളേജിൽ ഇത്ര സീറ്റാണെന്നുള്ളത്. അപ്പോൾ സാമാന്യ നിലയ്ക്ക് നമുക്ക് ഇത് അലോട്ട്മെൻറ്റിന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് തന്നെയാണ്. എന്നാൽ നിങ്ങൾക്കുള്ളൊരു ഗുണം, കേരളത്തിലും ഇന്ത്യയിലുമായി നടക്കുന്ന പല പല പരീക്ഷകളെക്കുറിച്ച് നിങ്ങൾ അറിയുകയും അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയവും കിട്ടും. നിങ്ങൾ പലപ്പോഴും എന്താ ചെയ്യുക വെച്ചാൽ, എല്ലാം കഴിഞ്ഞ് അഡ്മിഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിപ്പീറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോവും. അപ്പോൾ അലോട്ട്മെൻറ്റിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. റിപ്പീറ്റേഴ്സ് ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യുന്നു ഉണ്ട്. അപ്പോൾ അതും ആലോചിക്കാം. ഫ്ലാറ്റ് പോലുള്ള പരീക്ഷകളെക്കുറിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ചിലപ്പോൾ തേർഡ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതാണ് പിന്നീട് നടക്കാനുള്ളൊരു ഫേസ്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിലെ തുടക്കത്തിൽ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം, നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എന്തിന് പോകാൻ, ഓപ്ഷൻ രജിസ്ട്രേഷന് പോകാൻ. ആ പോയിന്റിൽ നിന്നിട്ടല്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അതിന് വളരെ ചുരുങ്ങിയ ഒരു സമയം, 3-2 ദിവസം മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോഴ്സും കോളേജും ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അലോട്ട്മെൻറ്റ് വരും. നിങ്ങൾ എവിടെയാണോ ആഗ്രഹിച്ചത് ആ കോളേജിൽ തന്നെ നിങ്ങൾക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടട്ടെ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതൊരു മോശപ്പെട്ട കാര്യമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഇതല്ലാത്ത മറ്റ് എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങളെ സമയം നേരത്തെ തന്നെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ അഥവാ ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.